ഇതൊരു കഥ മാത്രമല്ല, ഒരു ലൈൻമാന് ഇന്നും മറക്കാൻ കഴിയാത്ത രാത്രിയുടെ അനുഭവമാണ്. വനപ്രദേശത്തോട് ചേർന്ന ഒരു പഴയ ഗ്രാമം, കുറുന്തോട്ടിക്കടവ്. ഒരു കാലത്ത് തിരക്കേറിയ ഗ്രാമമായിരുന്നു അത്. എന്നാൽ 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ദുരൂഹ അപകടത്തിനു ശേഷം ആ ഗ്രാമം പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ അവിടെ തകർന്ന വീടുകൾ, കാട് മൂടിയ വഴികൾ മാത്രമാണുള്ളത്. വൈകുന്നേരം 6:30 ആയതോടെ വൈദ്യുതി ഭവനിലെ ലൈൻമാനായ ദേവന് ഒരു കോൾ വന്നു. അതിനുശേഷം ഫോൺ തനിയെ കട്ടായി. കൂടുതൽ വിവരം അറിയാനായി ദേവൻ ആ നമ്പറിൽ തിരിച്ചു വിളിച്ചു. എന്നാൽ ദേവന് കിട്ടിയ മറുപടി ഈ നമ്പർ നിലവിലില്ല എന്നതാണ്. അന്നൊരു അവധി ദിവസമായതിനാൽ ഒട്ടുമിക്ക ജീവനക്കാരും ലീവ് എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ദേവനോടൊപ്പം പോകുവാൻ ഒരു സഹജീവനക്കാരും ഇല്ലായിരുന്നു. താൻ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചിട്ട് 1 മാസമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥലങ്ങൾ അത്ര വ്യക്തമല്ല. ഇതവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥനോട് ദേവൻ ഉണർത്തിച്ചെങ്കിലും എന്നാൽ ആ ഉദ്യോഗസ്ഥനും ദേവനോടൊപ്പം വരുവാൻ വിസമ്മതിച്ചു. പകരം അവിടേക്ക് പോകാനുള്ള വഴി മാത്രം പറഞ്ഞു കൊടുത്തു. പോകുന്നതിന് മുമ്പ് ഒരു താക്കീതും നൽകി. അവിടെ പോയിട്ട് വേഗം വരണം. ജോലി കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും ഇരുട്ടായി കഴിഞ്ഞാൽ അവിടെ നിൽക്കരുത്. ആ വാക്കുകൾ കേട്ട് ദേവൻ ചിരിച്ചെങ്കിലും അവരുടെ മുഖത്തെ ഭയം അയാൾ ശ്രദ്ധിച്ചു. മഴ കനക്കാൻ തുടങ്ങി. ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് മാത്രമായിരുന്നു വഴികാട്ടി. ഗ്രാമത്തിലേക്കുള്ള അവസാനത്തെ വളവ് കഴിഞ്ഞപ്പോൾ മൊബൈൽ ഫോണിൽ നോ സിഗ്നൽ തെളിഞ്ഞു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു പഴയ ബോർഡ് ദേവൻ കണ്ടു. കുറുന്തോട്ടിക്കടവ്. അതിൻ്റെ താഴെയായി ആരോ ചുവന്ന പെയിന്റിൽ സൂര്യൻ അസ്തമിച്ചാൽ തിരിഞ്ഞു നോക്കരുത്. ദേവൻ ചെറുതായി ചിരിച്ചു. ആളുകളെ പേടിപ്പിക്കാൻ, ദേവൻ സ്വയം പറഞ്ഞു. ദേവൻ ആ ബോർഡിൻ്റെ അടുത്ത് ബൈക്ക് നിർത്തിയ ശേഷം ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ആ നിമിഷം മുതൽ അന്തരീക്ഷം മാറി. കാറ്റ് നിലച്ചു. ചീവീടുകളുടെ ശബ്ദം പോലുമില്ല. പക്ഷേ ദൂരെ എവിടെയോ ഒരു കുഞ്ഞു കരയുന്നതിൻ്റെ ശബ്ദം. ദേവൻ ടോർച്ച് തെളിയിച്ചു. കുറച്ചകലെ ഒരു പഴയ വീട്. അതിൻ്റെ ജനാലിലൂടെ മങ്ങിയ മഞ്ഞ വെളിച്ചം കാണാം. അയാൾ ആ വീടിൻ്റെ അടുത്തേക്ക് നടന്നു. വാതിൽ തുറന്നു കിടക്കുന്നു. അകത്ത് ഒരു പഴയ കസേര പതുക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ ആരുമില്ല. പെട്ടെന്ന് ദേവന്റെ പുറകിൽ നിന്നും ദേവാ, പിന്നോട്ട് നോക്കരുത്. ദേവൻ തിരിയാതെ പതുക്കെ ചോദിച്ചു. ആരാ? മറുപടിയില്ല. വീണ്ടും പിന്നിൽ നിന്ന് ഒരു ശബ്ദം. നീ വൈകിപ്പോയി. ഇത് കേട്ട ദേവൻ പിന്നിലോട്ടേക്ക് തിരിഞ്ഞു നോക്കുവാൻ പോകവേ പിന്നിൽ നിന്നും ഒരു സ്ത്രീയുടെ ഉച്ചത്തിലുള്ള ചിരി കേട്ടു. അതിനോടൊപ്പം ദേവന്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചും മിന്നിക്കത്തുവാൻ തുടങ്ങി. മുഴുവൻ ഗ്രാമവും കനത്ത ഇരുട്ടിൽ മുങ്ങി. ആ ഇരുട്ടിനുള്ളിൽ 2 ചുവന്ന കണ്ണുകൾ പതുക്കെ ദേവന്റെ അടുത്ത് വരികയാണ്. ദേവൻ ശ്വാസം പോലും എടുക്കാതെ നിന്നു. മാനത്ത് ശക്തമായ ഇടിമിന്നലുകൾ ഉണ്ടാകുവാൻ തുടങ്ങി. ആ മിന്നൽ പിണർപ്പിൽ ദേവൻ കണ്ടത് ഒരു വെള്ള സാരി അണിഞ്ഞ സ്ത്രീ. അവളുടെ കാലുകൾ നിലത്ത് തൊടുന്നില്ല. മുഖം മുഴുവൻ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. അതുപോലെ അവളുടെ ഇടതു കൈയിൽ ഒരു പഴയ ഇലക്ട്രിസിറ്റി ബില്ലുണ്ടായിരുന്നു. ആ രൂപം ദേവന്റെ അടുത്തായി വന്നു നിന്നു. ദേവൻ വിറയാറുന്ന ശബ്ദത്താൽ ചോദിച്ചു, ആരാ നിങ്ങൾ? ആ രൂപം ഒന്നും പറഞ്ഞില്ല. അവൾ കൈ ഉയർത്തി ഗ്രാമത്തിൻ്റെ നടുവിലായ പഴയ ട്രാൻസ്ഫോമറിലേക്ക് ചൂണ്ടിക്കാട്ടി. അടുത്ത നിമിഷം അവൾ ആ മഴയിൽ അലിഞ്ഞു ചേർന്നു. ഭയത്തോടെ ദേവൻ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തേക്ക് നടന്നു. അവിടെ ഒരു പഴയ കല്ലിൽ 15 ജൂലൈ 2002 അപ്പോഴായിരുന്നു പിറകിൽ നിന്നും ഒരു വൃദ്ധന്റെ ശബ്ദമുയർന്നത്. ഇവിടെ 7 ജീവനുകൾ കത്തി നശിച്ചു. അതൊരു അപകടമല്ലായിരുന്നു. ദേവൻ തിരിഞ്ഞു നോക്കി. ഏകദേശം 70 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധൻ. ഞാനാണ് ഈ ഗ്രാമം
വിട്ടുപോകാതെ ജീവിച്ച ഒരേ ഒരു മനുഷ്യൻ. വൃദ്ധൻ പറയാൻ തുടങ്ങി. അന്നൊരു മഴയുള്ള രാത്രി ട്രാൻസ്ഫോമറിൽ നിന്ന് തീപ്പൊരിയൊക്കെ വരാൻ തുടങ്ങി. അത് ശരിയാക്കാൻ ഒരു ലൈൻ മാൻ വന്നു. പക്ഷെ ഗ്രാമത്തിലെ ചിലർ മുന്നറിയിപ്പ് നൽകിയിട്ടും അയാൾ ജോലി തുടങ്ങും. നല്ല മഴയായിരുന്നില്ലേ, ചെയ്യണ്ടെന്ന് പലരും പറഞ്ഞു. പക്ഷെ അയാൾ ചെവിക്കൊണ്ടില്ല. അല്പസമയത്തിനകം ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചു. ലൈൻമാനും 6 ഗ്രാമവാസികളും മരിച്ചു. അതിനുശേഷം മരിച്ചവരുടെ ആത്മാക്കൾ രാത്രികാലങ്ങളിൽ കാണുവാൻ തുടങ്ങി. ചിലർ ഭയത്താലും മരണപ്പെട്ടു. അങ്ങനെ പലരും ഈ ഗ്രാമം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് ചേക്കേറി. ഇത് പറഞ്ഞു തീർന്നപ്പോൾ വൃദ്ധനും ദേവൻ നോക്കി നിൽക്കെ മഴയിൽ അലിഞ്ഞു ചേർന്നു. ദേവൻ ഭയത്താൽ ആ ശക്തമായ മഴയിലും വെട്ടി വീർക്കുവാൻ തുടങ്ങി. അപ്പോഴായിരുന്നു ട്രാൻസ്ഫോമറിന്റെ മുകളിൽ നിന്നും നീല നിറത്തിലുള്ള തീപ്പൊരികൾ പുറത്തേക്ക് വരുവാൻ തുടങ്ങിയത്. അതിനോടൊപ്പം ഒരു കൂട്ടം ആളുകളുടെ വേദനയോടുകൂടിയ നിലവിളിയും. അടുത്ത നിമിഷം ദേവന് ചുറ്റുമുള്ള വീടുകളിൽ ലൈറ്റുകൾ തെളിയുവാൻ തുടങ്ങി. തകർന്ന വീടുകളിൽ നിന്നും ആളുകൾ പുറത്തേക്ക് വരുന്നു. കുട്ടികൾ കളിക്കുന്നു, സ്ത്രീകൾ സംസാരിക്കുന്നു. തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ ദേവൻ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. അയാൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അപ്പോഴായിരുന്നു ഒരു കൊച്ചുകുട്ടി ദേവന്റെ മുന്നിലെത്തിയത്. ഇതും പറഞ്ഞ ആ കുട്ടി തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ദേവൻ അറിയാതെ ആ കുഞ്ഞിനെ പിന്നാലെ നടന്നു. വീട്ടിലെത്തിയപ്പോൾ ഭിത്തിയിൽ ഒരു ഫോട്ടോ ദേവൻ ശ്രദ്ധിച്ചു. ആ ഫോട്ടോയുടെ താഴെ ശിവദാസ് സേവനത്തിനിടെ മരണം. പെട്ടെന്ന് ഫോട്ടോയിലുള്ള ശിവദാസിന്റെ കണ്ണുകൾ തുറന്നു. അയാൾ പതുക്കെ പറഞ്ഞു, ഫ്യൂസ് മാറ്റരുത്, അവർ പുറത്തു വരും. അടുത്ത നിമിഷം വീട് മുഴുവൻ കുലുങ്ങി. ജനാലകൾ സ്വയം അടഞ്ഞു, വാതിലുകൾ പൂട്ടി. പുറത്തു നിന്നും ഒരേ സമയം 100 കണക്കിന് ആളുകൾ വാതിലിൽ മുട്ടാൻ തുടങ്ങി. ദേവൻ ഭയത്താൽ വാതിൽ തുറന്നപ്പോൾ പുറത്താരുമില്ല. ഗ്രാമം വീണ്ടും ശൂന്യം. പക്ഷേ ദൂരെയുള്ള ഒരു വൈദ്യുതി പോസ്റ്റിന്റെ മുകളിൽ ഒരു മനുഷ്യരൂപം നിൽക്കുന്നു. അത് പതുക്കെ താഴേക്ക് ഇറങ്ങി തുടങ്ങി. ആ രൂപത്തിന്റെ കയ്യിൽ ഒരു പഴയ ഇൻസുലേറ്റഡ് പ്ലെയർ ഉണ്ടായിരുന്നു. ദേവന്റെ കയ്യിലെ ടോർച്ച് വെട്ടം അണയുവാനും കത്തുവാനും തുടങ്ങി. ആ രൂപം കണ്ണ് ചിമ്മുന്ന വേഗത്തിൽ ദേവന്റെ അടുത്തെത്തി. അയാളുടെ മുഖം മുഴുവൻ പൊള്ളലേറ്റിരിക്കുന്നു. അയാൾ ചിരിച്ചു. ആ നിമിഷം ദേവൻ ബോധം കെട്ടുവീണു. അടുത്ത ദിവസം രാവിലെ ഇലക്ട്രിസിറ്റി ജീവനക്കാർ ദേവനെ റോഡരികിൽ ബോധരഹിതനായി കണ്ടെത്തി. അയാൾ രക്ഷപ്പെട്ടു. അന്നു മുതൽ മഴയുള്ള എല്ലാ രാത്രിയിലും ദേവന്റെ ഫോണിലേക്ക് ഒരു കോൾ വരും. വേഗം വരണം.